നമസ്കാരം. വേലനു കലി കയറുകയാലേ പോകതു തല കോഴിക്കല്ലേ. വേലന് കലി കയറിയാൽ കോഴിയുടെ തല പോകുമെന്ന് പാടിയത് കാവാലമാണ്. CPM-ലെ മുഴുത്ത നേതാക്കന്മാർക്കും മക്കൾക്കും തട്ടുകേട് പറ്റുമ്പോഴൊക്കെ ചാനലുകളിൽ വന്നിരുന്ന തല പോകാൻ വിധിക്കപ്പെട്ട കുറേ അടിമകളുണ്ട്. കുരുതിക്കുഴിഞ്ഞ കോഴികളെപ്പോലെ പാർട്ടി സന്ധിയാകുമ്പോൾ ഇവറ്റകളെ അഴിച്ചുവിടും. പമ്മി പിടിച്ച് പാവങ്ങൾ ഏതെങ്കിലും ചാനലുകളിൽ ചെന്ന് കയറും. അവിടെ അവതാരകൻ്റെ വക വറുക്കൽ, രാഷ്ട്രീയ നിരീക്ഷകൻ്റെ വക പൊരിക്കൽ, കോൺഗ്രസ് പ്രതിനിധിയുടെ വക കറിക്കരിയൽ, കേന്ദ്രത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലെങ്കിൽ BJP പ്രതിനിധിയുടെ തൊലിയൊരിക്കൽ പരിപാടി, എല്ലാം ഈ പാവങ്ങൾ സഹിക്കണം. പിന്നെ നാട്ടുകാരുടെ ഭാഗത്തെ തെറി വേറെ. പിണറായിയുടെ മകൾ മാസപ്പടി വാങ്ങിയാലും ഗോവിന്ദൻ്റെ മകൻ രേഖ ചോർത്തിയാലും കോടിയേരുടെ മക്കൾ ഏണത്തെടുക്കുന്ന വിപ്ലവം നടത്തിയാലും ഈ പോരുകോഴികൾ വന്നിരുന്ന് തലയറിഞ്ഞ് തർക്കിക്കണം. ഇങ്ങനെ നാനാ വഴിക്ക് നിന്നും ആട്ടും തുപ്പും പരിഹാസവും ഏറ്റാലും നിത്യവും ഒരു ക്ഷീണവുമില്ലാതെ ഈ പണി കൃത്യമായി ചെയ്യുന്ന ചാനൽ ചാവേറാണ് K. അനിൽകുമാർ. ക്യൂബ മുകുന്ദൻ്റെ പാർട്ടിക്കൂറും കോട്ടപ്പള്ളിയുടെ വിപ്ലവ വീര്യവും എല്ലാം ഈ സഖാവിലുണ്ടെങ്കിലും മിക്കപ്പോഴും കാരക്കൂട്ടിൽ ദാസൻ്റെ വഴക്കാളി സ്വഭാവം പുറത്തെടുക്കും. പക്ഷേ എല്ലായിടത്തു നിന്നും വാങ്ങിച്ചു കൂട്ടുന്നതും ഇദ്ദേഹം തന്നെയായിരിക്കും. ഇന്നലെ കത്ത് ചോർത്തൽ വിവാദവുമായി ബന്ധപ്പെട്ട് നടന്ന ഏഷ്യാനെറ്റ് ചർച്ചയിൽ അവതാരകൻ PG സുരേഷ് കുമാർ കൊടുത്ത അടിയുണ്ടല്ലോ, എൻ്റെ പൊന്നെ, നാണവും മാനവും ഉളുപ്പുമുണ്ടെങ്കിൽ ഈ മനുഷ്യനിനി ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയ്ക്ക് പോകരുത്. ചർച്ചയിൽ ഊഴം വന്നപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചോട്ടെ എന്ന് പറഞ്ഞാണ് അനിൽകുമാർ അലമ്പാൻ തുടങ്ങിയത്. അല്ല, ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചോട്ടെ കേട്ടോ. ആദ്യം ഒരു 14 മിനിറ്റായിട്ട് നിങ്ങളിങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണല്ലോ. മാധ്യമ പ്രവർത്തകനാണെങ്കിൽ അല്പം വിവരം വേണം. ഞാൻ എണീറ്റ് പോകാനല്ല വന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം, ഈ കേരളത്തോട് ജീവിക്കുന്ന തെമ്മാടിത്തരം, ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുക. മാന്യമായ ഭാഷ പറയാനുള്ള പാർട്ടി ഓഫീസ് അല്ല ഇത്. ശ്രീ മനസ്സിലായിക്കോണം. അങ്ങനെ പൊട്ടിച്ചിരിക്കണമെങ്കിൽ രണ്ട് ചെവിയിലും ചെമ്പരത്തിപ്പൂക്കൾ കൂടി തിരികിയാൽ നന്നായിരിക്കും അനിലെ. കേരളത്തിൻ്റെ അഭിമാനമായ സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ നിങ്ങൾ തോന്നിയവാസം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം. മാധ്യമ പ്രവർത്തകരായ കുറച്ചൊക്കെ വിവരം വേണം, വകതിരിവ് വേണം, മുതലാളിമാരെ പ്രീതിപ്പെടുത്താൻ ഇറങ്ങരുത്, ചാമ്പാൻ വരരുത് എന്നൊക്കെയായിരുന്നു പരിഹാസങ്ങൾ. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ കേരളത്തെ നശിപ്പിക്കും. നിങ്ങൾ ചെയ്യുന്ന ദ്രോഹം ഭയങ്കരമാണ്. പാർട്ടിക്കെതിരെ തെമ്മാടിത്തരം പറയരുത്. ഇങ്ങനെ തലയുടെ പിടിയിളകിയ നിലയിൽ ഈ കമ്മിക്കുമാരൻ ഇരുന്നങ്ങ് മേയുകയാണ്. അതോടെ PG സുരേഷ് കുമാർ ഇടപെട്ടു. മാന്യമായി സംസാരിക്കണം, മര്യാദഘട്ട വർത്തമാനം പറയാൻ ഇത് നിങ്ങളുടെ പാർട്ടി ഓഫീസല്ല, സൂക്ഷിച്ച് സംസാരിക്കണം ഈ ഫ്ലോറിൽ. ഇങ്ങനെയൊക്കെയായി അദ്ദേഹം. നിങ്ങൾ കേരളത്തോട് കാണിക്കുന്ന ദ്രോഹം ഭയങ്കരമാണെന്നാണ് K. കുമാർ പറയുന്നത്. കേരളത്തോട് ഈ പിണറായി വിജയനും പാർട്ടിയും കാണിക്കുന്നത് ദ്രോഹമല്ല, വാരിപ്പുണരൽ ആണല്ലോ. പഴയ ഒരു സഖാവ് പരാതി പറഞ്ഞപ്പോൾ ഒരു പാർട്ടിയും അതിൻ്റെ സെക്രട്ടറിയും പോലീസും PBയും എല്ലാം തെമ്മാടിത്തരം കാണിച്ചിട്ടും പറയുകയാണ് മാധ്യമങ്ങൾ കേരളത്തെ ദ്രോഹിക്കുന്നുവെന്ന്. അപ്പോൾ പ്രതിപക്ഷത്തിനും BJPക്കും ഒരു കുറ്റവുമില്ല, മാധ്യമങ്ങൾക്കാണ് കുഴപ്പം. തെമ്മാടിത്തരമെന്ന് ആവർത്തിച്ചങ്ങ് പറയുകയാണ് ഈ സഖാവ്. എഴുന്നേറ്റ് പോടാ എന്ന് പറയുന്നതിന് പകരമാണ് ഇത് നിങ്ങളുടെ പാർട്ടി ഓഫീസല്ല എന്ന് മാത്രം സുരേഷ് കുമാർ ഓർമ്മിപ്പിച്ചത്. പരാതിയുമായി ബന്ധപ്പെട്ട പരിഹാസ പദങ്ങൾ മാത്രമാണ് അനിൽകുമാർ പ്രയോഗിച്ചത്. വിളമ്പുക, വിഴുങ്ങുക, വാറോല, എന്തെങ്കിലും എടുത്തിട്ട് ചാമ്പുക, ദ്രോഹിക്കുക. മകൻ കാണിച്ച മിണ്ണത്തരത്തെപ്പറ്റി ചോദിച്ചാൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ അണ്ണാക്കിൽ നാവില്ല. കാരാട്ടിനോട് ചോദിച്ചാൽ ബേബിയോട് ചോദിക്കൂ എന്ന് പറയും. ബേബി പറയുന്നത് ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം PB കൂടിയിട്ട് പുച്ഛിച്ച് തള്ളും എന്നായിരുന്നു മറുപടി. കത്ത് ചോർത്തിയെന്ന് ആരോപണമുള്ളവൻ്റെ അപ്പനും കത്ത് കിട്ടിബോധിച്ച PBക്കും കട്ടുബോധിച്ചവർക്കും ഒന്നും പറയാനില്ല. ഈ കൂലിപ്പണിക്കാരായ അന്തങ്ങൾ ചാനലിൽ വന്നിരുന്ന് മാധ്യമങ്ങളെ തെറി പറയുന്നു. ഒന്നിനും മറുപടി പറയാനില്ലാതെ വരുമ്പോൾ പുച്ഛിച്ച് തള്ളുക എന്നതാണ് പാർട്ടി നയം. AKG സെൻറ്ററിൻ്റെ ഷെൽഫിലെ നിഘണ്ടുവിൽ ഒരു വാക്കുണ്ട്. 1000 വിശദീകരണത്തിന് തുല്യമായ ഒന്നാണ് ആ വാക്ക്, ശുദ്ധ അസംബന്ധം. മകളെപ്പറ്റി ചോദിച്ചാൽ പിണറായി പറയും ശുദ്ധ അസംബന്ധം, വീട്ടിലിരിക്കുന്നവരെപ്പറ്റി പറയരുത്. ഗോവിന്ദനോട് മകനെപ്പറ്റി ചോദിച്ചാൽ ഓട്ടിക്കൊണ്ട് പറയും ശുദ്ധ അസംബന്ധം. ഇവരൊക്കെ സംബന്ധം കഴിച്ചതാണോ എന്ന് ചോദിച്ചാൽ പറയും ശുദ്ധ അസംബന്ധം. പ്രസ്ഥാനമെന്ന അസംബന്ധ നാടകത്തിലെ കോമഡി സ്റ്റാറുകൾ മാത്രമാണ് ഈ പാർട്ടി സെക്രട്ടറിമാർ. പത്തായമുള്ളിടത്ത് പറയുമുണ്ട് എന്ന് പറയും പോലെ നേതാക്കളുടെ നിഴലിലായി മക്കളും പരിസരത്ത് കാണും. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല.
സംസ്ഥാനത്തിന് പുറത്തോ വിദേശത്തോ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരു കെട്ട് പേര് ദോഷവും കൊണ്ടേ വരൂ. രാജേഷ് കൃഷ്ണ എന്ന അവതാരത്തെപ്പറ്റിയോ ഷർഷാദ് കൊടുത്ത പരാതിയെപ്പറ്റിയോ പാർട്ടി ഗൗരവമായി ചിന്തിച്ചാൽ എന്തിനെല്ലാം മറുപടി പറയേണ്ടി വരും. 15 ലക്ഷം തെരഞ്ഞെടുപ്പ് ഫണ്ട് വാങ്ങിയെന്ന് ആരോപണമുള്ള MP രാജേഷിനെ പറ്റി അന്വേഷിക്കേണ്ടി വരും. ഉഡായിപ്പ് വ്യവസായിക്കൊപ്പം ഇവിടെ ബിസിനസ് പങ്കാളികളായ നാട്ടിലെ നേതാക്കന്മാരെ പറ്റി അന്വേഷിക്കേണ്ടി വരും. ഗോവിന്ദൻ്റെ മകൻ വാങ്ങിയ കാശിനെപ്പറ്റി മറുപടി പറയേണ്ടി വരും. മറിച്ച് എല്ലാവരും കൂടി ഇറങ്ങി പുച്ഛിച്ചങ്ങ് തള്ളിയാൽ അതോടെ പ്രശ്നം തീരും. പരാതിക്കാരൻ്റെ ഭാര്യ ഇറക്കി അവൻ്റെ തലയ്ക്ക് സുഖമില്ല എന്ന് പറയിപ്പിച്ചാൽ സംഗതി സിമ്പിൾ. ഈ വിഷയത്തിൽ ഗോവിന്ദന് മറുപടി പറയാൻ മനപ്രയാസമാണെങ്കിൽ അമ്മ PK ശ്യാമളയെ കൊണ്ട് പറയിപ്പിക്കണം. PP ദിവ്യയെ കണ്ണൂർ ജയിലിൽ നിന്നും ഇറക്കാൻ കാത്തുകെട്ടി നിന്ന ആ നിൽപ്പിൻ്റെ അത്ര ദുഃഖം മകൻ്റെ കാര്യത്തിലുണ്ടാകില്ല. കാരണം പരാതിക്കാരൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ കോടികൾ ആ മകൻ മുക്കിയിട്ടുണ്ടാകണം. പാർട്ടി നേതാക്കളും സർക്കാരും എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറാനുള്ള ഇവറ്റകളുടെ ഉത്സാഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മക്കളെ ഇങ്ങനെ കയറൂരി വിട്ട് അന്യരെ ദ്രോഹിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന അപ്പന്മാരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത്. മക്കൾ ഏത് ചെകുത്താൻ്റെ കൂടെ കൂടി എന്നൊന്നും ഇവർ നോക്കാറേയില്ല. അവർ പോസ്റ്റായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ചിന്തയുള്ളൂ. ലണ്ടനിൽ ചെല്ലുമ്പോൾ മകൻ്റെ കൂട്ടുകാരൻ പാർട്ടി സെക്രട്ടറിയെ ഏറ്റെടുക്കും. കൈപിടിച്ച് നടത്തിച്ച് മാർക്സിൻ്റെ ശവകുടീരം കാണിക്കും. തിന്നാനും ഉടുക്കാനും ഉള്ളതൊക്കെ വാങ്ങി നൽകും. കുടുംബസഹിതം ചുറ്റിയടിക്കാൻ കൊണ്ടുപോകും. പോരുമ്പോൾ കൈ നിറയെ സമ്മാനങ്ങൾ വാങ്ങി നൽകും. അതോടെ ഏത് നെറികെട്ട സ്പോൺസറും പാർട്ടി സെക്രട്ടറിയുടെ സ്വന്തക്കാരനാകും. വിദേശത്തെ അവൻ്റെ പരിപാടിയിലങ്ങ് മയങ്ങും. വിദേശത്തുള്ള ലവൻ്റെ പിടിപാടിലാണ് പിണറായിയെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിക്കാൻ കൊണ്ടുപോയത്. അപ്പോഴും ലവൻ കൂടെ ഉണ്ടായിരുന്നു. പിണറായി വിജയനെ പാൻറ്റും പപ്പാസും അണിയിച്ച് വീഴാതെ താങ്ങി ഹൈഗേറ്റ് സെമിത്തേരിയിലെ മാർക്സിൻ്റെ ശവകുടീരത്തിൽ കൊണ്ടുപോയതും ലവനായിരുന്നു. പാർട്ടിയിൽ അങ്ങനെ ലവൻ വളർന്നങ്ങ് മുറ്റി. മാർക്സിനെക്കാട്ടിൽ വലിയ താടിയായി. കേരളത്തിലെ പല പദ്ധതികളിലും കണ്ണുവെച്ചാണ് ഇതൊക്കെ ചെയ്തത്. അവൻ്റെ ചെലവിൽ കറങ്ങുകയും തിന്നുകയും ചെയ്തിട്ട് അവനെ സമ്മേളനത്തിൽ നിന്നും തിരിച്ചയച്ചാൽ തിരിച്ചൊരു പണി നൈസായി കൊടുക്കാതിരിക്കുമോ? എന്തായാലും ഈ പുതിയ അവതാരത്തെ പാർട്ടി ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ കൊടുത്തതിൻ്റെയും തിന്നതിൻ്റെയും ഒക്കെ കണക്ക് അയാൾ വിളിച്ചു പറയും. അതുകൊണ്ടാണ് ന്യായീകരണ വിദ്വാൻമാരൊക്കെ ആ അവതാരത്തെ തൊടാതെ പരാതിക്കാരനെ പുച്ഛിച്ചു തള്ളാൻ തീരുമാനിച്ചത്. വിപ്ലവ പ്രസ്ഥാനം മുതലാളിമാരിൽ നിന്നും 36 അടി അകലെ നിൽക്കണമെന്ന് പണ്ടത്തെ നേതാക്കന്മാർ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെയാണ്. അല്ലെങ്കിൽ വഴി പിഴച്ചു പോകും. വിശക്കുന്ന പൂവൻ കോഴി പിണ്ണാക്ക് സ്വപ്നം കാണുന്നു. വിശപ്പ് മാറിക്കഴിഞ്ഞാൽ പിടക്കോഴിയെ സ്വപ്നം കാണുന്നു. MN വിജയൻ മാഷ് പറഞ്ഞതിൻ്റെ ഗുട്ടൻസും ഇതുതന്നെയാണ്.